സച്ചിൻ, അതേസമയം പുതിയ പരാതി വന്നതോടെ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 കേസുകളാണുള്ളത്. ആദ്യ 2 കേസുകളിൽ ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിലാണെങ്കിൽ മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ മൂന്നാമത്തെ കേസിൽ വളരെ രഹസ്യ നീക്കത്തിലൂടെയാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിലൊരു കേസ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അയാളെ ജനപ്രതിനിധിയിൽ നിന്ന് ഒഴിവാക്കാനോ അല്ലെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനോ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ള നേതാക്കൾ തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണല്ലേ? കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അതിരൂക്ഷമായ പരാതികളും അതേപോലെ തന്നെ തെളിവുകൾ അടക്കം പുറത്തു വന്നിട്ട് പോലും കോൺഗ്രസിന്റെ നേതാക്കളും അതേപോലെ തന്നെ കോൺഗ്രസും സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം നേരത്തെ ഉമ പറഞ്ഞതുപോലെ തന്നെ MLA സ്ഥാനമടക്കം രാജിവെപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് ഇതുവരെ തയ്യാറായിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് പറയുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിന് പൂർണ്ണമായ രീതിയിൽ സംരക്ഷണം ഒരുക്കുന്നത് ഒരു വിഭാഗം കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെയാണ്. പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പോലും പാലക്കാട്ടെ MLA കാണാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് പാലക്കാട് നഗരസഭയിൽ വിജയിച്ച കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഒരുമിച്ചെത്തുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കൈരളി അടക്കമുള്ള മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയതുമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിലുള്ള തെളിവുകളും കേസുകളും ഒക്കെ പുറത്തു വന്നിട്ടും കോൺഗ്രസിന്റെ സംരക്ഷണം ഉണ്ട് എന്ന് തന്നെയായിരുന്നു അന്നൊക്കെ തെളിഞ്ഞത്. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ പുതിയ പരാതി അടക്കം, അതായത് കൃത്യമായ രീതിയിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ പരാതി രാഹുലിനെതിരെ വന്നിട്ടുള്ളത്. ആ പരാതിയിൽ വലിയ രീതിയിലുള്ള ലൈംഗിക ചൂഷണവും അതേപോലെ തന്നെ സാമ്പത്തിക ചൂഷണവും രാഹുൽ നടത്തി എന്നതാണ് യുവതി മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ പറയുന്നത്. ആ പരാതി പത്തനംതിട്ട സ്വദേശിയാണ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിൽ സാമ്പത്തികപരമായും ലൈംഗികപരമായെല്ലാം യുവതിയെ ചൂഷണം ചെയ്തു എന്ന് തന്നെയാണ് പരാതിയിലുള്ളത്. ലൈംഗിക ബന്ധത്തിലടക്കം ഏർപ്പെട്ടതിന് ശേഷം ഗർഭിണിയായതിനു ശേഷം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചോ അതിന്റെ തെളിവുകളടക്കം യുവതിയുടെ കൈവശമുണ്ട് എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ച വിവരം. ഇത്തരത്തിൽ ക്രൂരനായ ഒരു വ്യക്തിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാറി എന്നത് തന്നെയാണ് ഈ പുതിയ പരാതിയിൽ നിന്നും വ്യക്തമാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം രാഹുലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിലുള്ള രഹസ്യമായ നീക്കത്തിലൂടെ തന്നെയാണ് കേരള പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ വിഭാഗം നടത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുൻപ് 2 പരാതികൾ വന്ന സമയത്ത് സമാനമായ രീതിയിൽ രാഹുൽ മുങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പാലക്കാട് നിന്ന് അടക്കം മുങ്ങി കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഒളിവിൽ കഴിയുന്നു. അവിടെയൊക്കെ എല്ലാവിധ സഹായങ്ങളും ഒരുക്കിയിരുന്നത് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും എല്ലാം കർണാടകയിലെയും തമിഴ്നാട്ടിലെയൊക്കെ നേതാക്കളായിരുന്നു. അപ്പോഴും രാഹുലിന് സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ എന്ന് വ്യക്തമായിരുന്നു. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തന്നെയാണ് കൃത്യമായ രീതിയിൽ അന്വേഷണ സംഘം ഈ മൂന്നാമത്തെ കേസിൽ മുന്നോട്ട് പോയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അതീവ രഹസ്യമായി തന്നെ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാഹുലിനെ കഴിഞ്ഞ ദിവസങ്ങളിലായി നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസമാണ് രാഹുൽ പാലക്കാട് എത്തുന്നത്. പാലക്കാട് ഒരു KPM എന്ന ഹോട്ടലിലായിരുന്നു രാഹുൽ താമസിച്ചിരുന്നത്. ആ ഹോട്ടൽ കേന്ദ്രീകരിച്ച് തന്നെ വലിയ രീതിയിലുള്ള നിരീക്ഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ മഫ്തിയിലടക്കം പ്രത്യേക അന്വേഷണ സംഘം ഹോട്ടലിന് മുന്നിലും അതേപോലെ തന്നെ രാഹുൽ താമസിക്കുന്ന മുറിക്ക് തൊട്ടരികിലുള്ള മുറിയിലും താമസിച്ച് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇന്ന് പുലർച്ചെ 12:15 രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് 12:15 പ്രത്യേക അന്വേഷണ സംഘം ഹോട്ടലിലെത്തുകയും പിന്നീട് രാഹുലിന്റെ മുറിയിലേക്ക് എത്തുകയും അതിനുശേഷം 12:30 രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് പാലക്കാട് നിന്നും പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിലേക്ക് പുറപ്പെടുകയായിരുന്നു. പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് നടന്നിട്ടുള്ളത്. കാരണം അതീവ രഹസ്യമായി രാഹുലിനെ പിടികൂടുകയായിരുന്നു. മുൻപും രാഹുലിനെ ഇത്തരത്തിൽ കേസുകൾ വന്നപ്പോൾ രാഹുൽ മുങ്ങിയത് ചില രഹസ്യ വിവരങ്ങൾ ചോർന്ന് കിട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അന്വേഷണ സംഘത്തിന് തന്നെ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ടെ പോലീസിനെ അടക്കം ഒഴിവാക്കിക്കൊണ്ട് പ്രത്യേക അന്വേഷണ സംഘം ഷൊർണൂർ DYSP മുരളീധരന്റെ നേതൃത്വത്തിൽ പാലക്കാട് KPM ഹോട്ടലിലെത്തുകയും രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. പത്തനംതിട്ടയിൽ എത്തിച്ച രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ക്രൂരനായ ഒരു വ്യക്തിയാണ് രാഹുൽ എന്ന് തന്നെയാണ് ഈ പുതിയ പരാതിയിൽ നിന്നും വ്യക്തമാകുന്നത്. മുൻപ് സ്ത്രീകളെ ചൂഷണം ചെയ്ത സമാനമായ രീതിയിൽ തന്നെ ഇപ്പോൾ ലഭിച്ച മൂന്നാമത്തെ പരാതിയിലും സമാനമായ രീതിയിൽ തന്നെയാണ് ചൂഷണങ്ങൾ നടന്നിട്ടുള്ളത്. ലൈംഗിക പീഡനം അതേപോലെ തന്നെ അത് കൂടാതെ സാമ്പത്തികമായ ചൂഷണവും ഈ യുവതിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പരാതിയിൽ പറയുന്നത്. രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പോലും രാഹുലിന്റെ ഇപ്പോൾ MLA സ്ഥാനം
ക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാക്കൾ തയ്യാറാകുമോ, അല്ലെ അവരുടെ നിലപാട് എന്ന് തന്നെയാണ് ഇനി അറിയേണ്ടത്. വരും മണിക്കൂറുകളിൽ നിന്ന് അവരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് എന്താണ് കോൺഗ്രസിന്റെ നിലപാട്, അല്ലെ UDFന്റെ നിലപാട് എന്നും വ്യക്തമാകും. ഇത്തരത്തിൽ വലിയൊരു ക്രൂരനായ പീഡകനായ സ്ത്രീകളെ അടക്കം വലിയ രീതിയിൽ ലൈംഗിക ചൂഷണം ചെയ്ത ഒരു ജനപ്രതിനിധിയെ പാലക്കാടുകാർക്ക് ആവശ്യമുണ്ടോ എന്ന കാര്യവും പാലക്കാട്ടെ ജനത കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വ്യക്തമാക്കിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ചൂഷണം തന്നെയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് സ്ത്രീകൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഉമ.